ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടും കേരളത്തിൽ പലർക്കും SIR അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ബോധം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവരും ഉഴപ്പൻ മട്ടിലാണ് SIRനെ നോക്കിക്കാണുന്നത്. പക്ഷേ അങ്ങനെ കണ്ടാൽ മതിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ വീഡിയോയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഒന്ന്, BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണോ SIR? കേരളത്തിലെ SIRലൂടെ BJP എന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ? രണ്ട്, ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ SIRനെ സമീപിക്കണം നോക്കിക്കാണണം. BLOമാർക്ക് വൻ ജോലിഭാരമാണ് SIRലൂടെ വരുന്നത്. അതുകൊണ്ട് BLOമാർക്ക് എത്രത്തോളം കൃത്യമായി ഈ SIR പൂരിപ്പിച്ച് കൃത്യമായി അത് രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക് പറയുന്നത്. സാധാരണ വോട്ടർ പട്ടികയുടെ കാര്യങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തുന്ന ഒരു പാർട്ടിയാണ് CPM. CPMകാർ പോലും SIRന്റെ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താത്ത സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിന്റെ ഈ പോസ്റ്റ് പ്രസക്തമാകുന്നത്. മാത്രമല്ല, അദ്ദേഹം BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് തൃശ്ശൂരിൽ വ്യാപകമായി വോട്ട് ചേർത്തതുപോലെ, വോട്ട് ചോരി നടത്തിയതുപോലെ എന്തെങ്കിലും അജണ്ട BJP SIRലൂടെ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്.